ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ എല്ലാവരും ഇങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ അല്ലെങ്കിൽ ന്യൂസുകൾ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് എവിടെ നോക്കിയാലും നമ്മൾ ലഹരിയെക്കുറിച്ചായിരിക്കും കാണുക. ലഹരി വിരുദ്ധ ദിനമാണെന്ന്. എന്താണ് ലഹരി? ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കണം ലഹരി എന്ന് പറയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലർക്ക് ലഹരി പ്രണയമാവും, ചിലർക്ക് ലഹരി യാത്രയാവും, ചിലർക്ക് ലഹരി വായനയാവും, ചിലർക്ക് എഴുത്താവും. എനിക്ക് ലഹരി കവിതയാണ്. ഞാൻ കവിത എഴുതുമ്പോൾ അതെൻ്റെ ജീവിതം കൂടിയാവുമ്പോൾ അതിന് കുറച്ചുകൂടി ലഹരി കൂടും. കാരണം ലഹരിയെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ എനിക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലഹരി മൂലം ജീവിതം നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെയൊക്കെ ആണ് ഓരോ പെൺകുട്ടികളും ഓരോ പുതിയ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണത്. നമ്മൾ ഇതുവരെ നമുക്കുണ്ടായ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം കുറച്ചുകൂടി സുരക്ഷിതമായ കരങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള വിശ്വാസമാണ് ഓരോ പെൺകുട്ടികളുടെയും വിവാഹം. അങ്ങനെ ഒരു വിവാഹത്തിലൂടെ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വിവാഹം കഴിച്ച് നമ്മൾ കടന്നു ചെല്ലുന്ന ആ ഒരു ഇടത്തിൽ അവിടെ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന കുറേ യാതനകളുണ്ട്. അതിന് ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ അവിടെ വില്ലൻ എന്ന് പറയുന്നത് ലഹരി തന്നെയാവും. അങ്ങനെ ലഹരി വില്ലനായി കടന്നു വന്ന് ജീവിതം കവർന്നെടുത്ത ഒരു പെൺകുട്ടിയാണ് എന്നതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനെ പരിചയപ്പെടുമ്പോഴും ഞാൻ ഏറ്റവും ആദ്യം അവരോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഒരിക്കലും ഒരു ലഹരി ഉപയോഗിക്കരുത് എന്നാണ്. അത് ഏതോ ആവട്ടെ, ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും നമ്മളെ അത് കൂടുതലായി അതിലേക്ക് അഡിക്ഷൻ ആക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ജീവിതമുണ്ട് അവിടെ. എത്രയോ മനോഹരമായൊരു ഭൂമിയിൽ എത്ര വർഷം നമുക്ക് ജീവിക്കാൻ കഴിയും. ആ ജീവിതത്തിൻ്റെ കാലയളവ് വളരെ പരിമിതപ്പെടുത്തുന്ന ഒന്നാണ് ലഹരി. ജീവിതത്തിന് റിവേഴ്സ് ഗിയർ ചെയ്യാം നമുക്ക്. ഇനി ഞാൻ അന്ന് ജീവിച്ച ജീവിതം എനിക്ക് ഒരിക്കൽ കൂടി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ എത്ര ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, അത് നമുക്ക് നടക്കില്ല. അപ്പോൾ റിവേഴ്സ് ഗിയർ ഇല്ലാത്ത ജീവിതത്തിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകണം. ഒരു നിമിഷം വെറുതെ കളയരുത്. ഞാൻ എൻ്റെ ഏട്ടനോട് പറയുമായിരുന്നു, ജീവിതം ഒന്നേ ഉള്ളൂ. അതിലൊരു നിമിഷം നമ്മൾ കളഞ്ഞാൽ ആ ഒരു നിമിഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോഴൊക്കെ വളരെ നിസ്സാരമായി ജീവിതത്തെ തള്ളിക്കളഞ്ഞിട്ട് ഒടുവിൽ വളരെ ചെറുപ്രായത്തിൽ ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലം മാനസികമായി ഉണ്ടാകുന്ന വിഭ്രാന്തി മൂലം ആത്മഹത്യ ചെയ്തപ്പോൾ ആ മനുഷ്യൻ ഈ സമൂഹത്തിൽ നേടിയത് എന്തായിരിക്കും? അല്ലെങ്കിൽ ആ ജീവിതം കൊണ്ട് നേടിയതെന്ത്, നഷ്ടപ്പെട്ടതെന്ത്? വളരെ മനോഹരമായൊരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി പോവുക, ബാക്കിയായി പോകുന്ന കുറേ മനുഷ്യരും, അമ്മയും അച്ഛനും ഭാര്യയും മക്കളും, അങ്ങനെ ഒരു ജീവിതം അവിടെ, ഒരുപാട് പേരുടെ ജീവിതം അവിടെ പ്രതിസന്ധിയിലാവുകയാണ്. മുന്നോട്ടുള്ള വഴി ഇനി എന്ത് എന്നുള്ള ചിന്ത. അങ്ങനെ ഒരു ലഹരി എങ്ങനെ ഒരു ജീവിതത്തെ, ഒരു നാടിനെ, ഒരു കുടുംബത്തെ, ഒരു സമൂഹത്തെ ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ അതിജീവിച്ച് തിരിച്ചു വരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ലഹരി നമ്മൾ ഒഴിവാക്കുക. നമ്മളെ നശിപ്പിക്കുന്ന ലഹരിയെ ഒഴിവാക്കുക. എന്നിട്ട് പുതിയ ലഹരികൾ തേടുക. നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് അതിജീവനം തരുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ലഹരി തിരഞ്ഞെടുക്കുക. അതിൽ സന്തോഷം കണ്ടെത്തുക, ആസ്വദിക്കുക. താങ്ക് യു.